ഹായ്, ടോപ്പ് 10 റിവ്യൂ ചാനലിലേക്ക് ഏവർക്കും മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ബിഗ് ബോസ് ടോക്ക് തന്നെയാണ് വീണ്ടും നമ്മൾ വരുന്നത്. 90 എപ്പിസോഡ് കഴിഞ്ഞു. ഇന്ന് 93ാമത്തെ എപ്പിസോഡിനെ കുറിച്ചാണ്. ഫിനാലയിലേക്ക് 6 പേരാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. ജാസ്മിൻ, ജിൻഡോ, അർജുൻ, ഋഷി, അഭിഷേക്, ശ്രീതു. അപ്പോൾ ഈ 6 പേര് ഇപ്പോൾ ബിഗ് ബോസ് 6 ദിവസമാണ് ഫൈനലിലേക്ക് പോകാൻ സമയമുള്ളത്. അപ്പോൾ ഈ 6 ദിവസം കൂടിയാണ് ബിഗ് ബോസ് എന്ന ഒരു വലിയ റിയാലിറ്റി ഷോയുടെ അവസാനം തീരുമാനത്തിലേക്ക് എത്തുന്ന നിമിഷങ്ങൾ. വി ആർ പ്രിപ്പയർഡ് എന്ന് പറയുന്ന പോലെ അവരെല്ലാം അതിനു വേണ്ടി ആ ഒരു ഫിനാലിലേക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലും ഡിസിഷൻസ് എങ്ങനെ എടുക്കണമെന്നത് സ്വയം ഒരു അഭിപ്രായവും ഉണ്ടാകുന്ന ഒരു നിമിഷം. ബിഗ് ബോസ് സീസൺ 6 എന്ന് പറയുമ്പോൾ ഒരുപാട് കോണ്ടന്റ് നിലപാടുകൾ പല രീതിയിൽ വിവാദമൊക്കെ ഉണ്ടായപ്പോൾ കോണ്ടന്റിന് ദാരിദ്ര്യമില്ല എന്നത് ഒരു A to Z കാര്യവും നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ജാൻമണി ഇപ്പോൾ റീ എൻട്രി ആയിട്ടുണ്ട്. ജാൻമണി ഇന്നലെയാണ് റീ എൻട്രി ആയത്. അപ്പോൾ രണ്ടാളാണ് ഇന്നലെ റീ എൻട്രി ആയി വന്നത്. രണ്ടുപേരും ഈക്വൽ ടൈപ്പുള്ള വ്യക്തികളാണ്. അപ്പോൾ റീ എൻട്രി വളരെ സന്തോഷകരവും ചില തീരുമാനങ്ങളുമാകും റീ എൻട്രിക്ക് കാര്യം എന്ന് തോന്നുന്നു. ചിലപ്പോൾ അവർ ഇന്ന് തന്നെ വിക്കറ്റ് എടുക്കുക. പക്ഷേ സീസൺ 6ൻ്റെ മറ്റൊരു ഊർജം കൂട്ടുന്നത് ജിറ്റോ എന്ന ഫാൻസ് പവറിനെ ആരും ശ്രദ്ധിക്കാത്ത ഒരു വിധത്തിലേക്ക് നീക്കിക്കൊണ്ടുപോകും. ആർക്കും ഒരു വിലയില്ല. ഒരു കണ്ടസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാവരും ഉൾപ്പെടുന്നു. ഒരാളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു കളിയും ബിഗ് ബോസ് എന്ന സീസൺ 6ൽ ഉണ്ടാവാൻ പാടില്ല. അത്തരത്തിലൊരു ജേണി ആയിരുന്നു സീസൺ 6ഉം. എല്ലാ ജേണിയിലും ഇത്തരത്തിലൊരു ഒറ്റപ്പെടുത്തുന്ന സ്ട്രാറ്റജി നിലകൊണ്ടുപോകുന്നു. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇത് ഫസ്റ്റ് സീസൺ തുടങ്ങിയതാണ്. സീസൺ 6 വരെ ഇത് നിർത്തലായിട്ടില്ല. നോറ എന്ന് പറയുന്നവർ ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ലാതെയാണ് പുറത്തേക്ക് പോയത്. വൈൽഡ് കാർഡ് എൻട്രി വന്ന വ്യക്തികളൊക്കെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പിനെയും കൂട്ടിയാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ 2 രീതിയിൽ നമുക്കിവിടെ വിലയിരുത്താം. ഒന്ന്, ഇവർക്കാർക്കും സ്വന്തമായി ഒരു ഡിസിഷൻ മേക്കിംഗ് ഇല്ല. സ്വന്തമായ അഭിപ്രായവും ഇവർക്ക് പറയാനില്ല. അപ്പോൾ സെൽഫ് ഡിഫെൻസ് ആണ് നടക്കുന്നത്. അപ്പോൾ ആ സെൽഫിനെ കുറിച്ചും അവർക്കൊരു ബോധമുണ്ടോ എന്നതിന് സംശയമാണ്. കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു പ്രിവിലേജാണ്. അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം. ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പല കോൺട്രവേഴ്സി ഉണ്ടാകും. നമ്മൾ സമൂഹത്തിൽ നിന്ന് വാരിക്കൂട്ടേണ്ട പല കാര്യങ്ങളും കാണിക്കേണ്ടി വരും, കേൾക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അഭിപ്രായവുമാണ്. നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ തൻ്റേതായ ഉറച്ച തീരുമാനത്തിൽ തന്നെ അതെടുക്കണം.
അതൊരു ഗെയിമിന് വേണ്ടി മാത്രമായിരിക്കരുത്. റിയൽ ലൈഫ് അതെത്ര നന്നായിരിക്കുമെന്നും കൂടി ഓർക്കണം. എല്ലാം അങ്ങ് ഓവർ തിങ്ക് ചെയ്ത് അങ്ങ് വിശ്വസിച്ച് പോവുകയും ചെയ്യരുത്. ചിലരെ അമിതമായി ഇഷ്ടപ്പെട്ട് അവരിൽ നിന്ന് ഒന്നും കിട്ടാതെയും പോകുന്നവരുണ്ട്. ഒറ്റക്ക് കളിക്കുന്നവർ അവർ 100 ദിവസം വിന്ന് ചെയ്യുക എന്ന ആ ഒരു സ്ഥാനവും കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒറ്റപ്പെടുത്തൽ സ്ട്രാറ്റജി ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ നീക്കം ചെയ്യണമെന്നതാണ് എൻ്റെ ഒരു നിഗമനം. കഴിഞ്ഞ സീസൺ 2 ആണെന്ന് തോന്നുന്നു, രജിത് കുമാറിനെ ഇതുപോലെ ഒറ്റപ്പെട്ട് സ്ട്രാറ്റജിയിൽപ്പെടുത്തി പുറത്തേക്ക് പോകാനും പല കാരണങ്ങളുണ്ടാക്കി ഔട്ടാക്കുന്ന നിമിഷങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫേക്ക് ബിഗ് ബോസ് സീസൺ 6 മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നതാണ് നമ്മുടെയൊക്കെ സിജോ പോയതിനെക്കുറിച്ചും വലിയ നിരാശ പ്രേക്ഷകർക്കുണ്ട്. അപ്പോൾ അത്രയും പവർഫുള്ളായ കണ്ടസ്റ്റൻസിനെയൊക്കെ പുറത്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് നല്ല നല്ല കോണ്ടൻറ്റ് കിട്ടുമെന്നെങ്കിലും നല്ല നല്ല റിയൽ ലൈഫ് ഉണ്ടാവില്ല. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 ഈ 93ാമത്തെ എപ്പിസോഡിൽ യമുന റാണിയും കൂടി കടന്നു കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയെല്ലാം റീ എൻട്രിയാണ്. അപ്പോൾ ഫൈനലിലേക്ക് എത്താൻ ഇനി നിമിഷങ്ങളാണ് ബാക്കി. അവിടെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കുന്നവരും കൂട്ടത്തിൽ മത്സരിക്കുന്നവരും അങ്ങനെ പല കണ്ടസ്റ്റൻസാണ് നമ്മൾ കണ്ടത്. പുറത്തിറങ്ങിയപ്പോഴും ഇവർ ഗ്രൂപ്പായിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കോംബോ സൃഷ്ടിച്ചിട്ടില്ല എന്ന് ഇവർ പുറത്തുനിന്ന് പറയുമ്പോഴും അകത്തതുണ്ട് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കിയിരിക്കുന്നു. അതാണ് ഇവർക്ക് പുറത്ത് പോകാൻ കാരണം. അല്ലാതെ അവിടെ ആരും ബെസ്റ്റ് ഗെയിമർ അല്ലാതെയോ അങ്ങനെയൊന്നുമല്ല. ആ കള്ളങ്ങളെ പൊളിച്ചെടുക്കുക എന്ന ഒരു നിഗമനം കൂടി ബിഗ് ബോസ് എന്ന ഷോക്കുണ്ട്. അത് സത്യമാണോ അല്ലയോ എന്ന് തെളിയിക്കാൻ പുറത്ത് പോയി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വ്യക്തികൾക്കേ പറയാൻ പറ്റൂ. അതായത് എല്ലാം ഒരു യാദർശികം എന്ന് പറയേണ്ടി വരും. ബിഗ് ബോസ് സീസൺ 6 എന്ന് പറയുന്ന ഈ വലിയ റിയാലിറ്റി ഷോയുടെ അൾട്ടിമേറ്റിലേക്ക് കടക്കാൻ പോകുന്ന ഒരു നിമിഷങ്ങളിലേക്ക് ഞാൻ പറയുന്നത്, ഈ സീസൺ 6 എന്ന് പറയുന്ന ഷോ ഏറ്റവും ബെറ്റർ ആകുന്നത് അതിൻ്റെ ഫിനാലെയാണ്. ആ ഫിനാലയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഒരു 6 ദിവസത്തെ ഗ്യാപ്പുണ്ട്. അതായത് ആ ടൈമിൽ ഈ കണ്ടസ്റ്റൻസ് എല്ലാം ഒരുമയോടെ നിൽക്കണം. അപ്പോൾ എല്ലാവരെയും ഒരു നിമിഷത്തിൽ വെറുക്കില്ല. ആ ഒരുമ തന്നെ സീസൺ കഴിയുന്നതും പോലും ഉണ്ടാവണം. അതായത് 1ാം എപ്പിസോഡ് തൊട്ട് അവസാനം വരെ ഉണ്ടാകുമ്പോഴാണ് ആ സീസണിൻ്റെ ടൈറ്റിൽ തന്നെ മാറാൻ പോകുന്നത്. അതുകൊണ്ടാണ് ലാലേട്ടൻ ഇതിനു വേണ്ടി എത്രയെത്ര കോസ്റ്റ്യൂംസാണ് ഓരോ ശനിയാഴ്ചകളിലേക്ക് വരാൻ വേണ്ടി അവിടെ കോഡിങ് ചെയ്ത് ഡ്രസ് പാറ്റേൺ ഇടുന്നത്. അപ്പോൾ അത്രയും ഇവർ ഒന്നും തീരുമാനിക്കാതെയോ ഒന്നും പ്ലാൻ ചെയ്യാതെയൊന്നുമല്ല ബിഗ് ബോസ് അധികൃതർ ഇങ്ങനെയൊരു ഷോ നടത്തുന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും ഉണ്ട് ഒരുപാട് ജോലികൾ. അപ്പോൾ ഈ ഒരു മൊത്തത്തിലൊരു റൗണ്ടിങ് പോകുമ്പോൾ അവിടെ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എന്നും ഒറ്റപ്പെടുന്നത് ജിറ്റോ. പ്രേക്ഷകർക്ക് അറിയേണ്ടത് ജിറ്റോയുടെ കാര്യങ്ങൾ മാത്രമാണ്. പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിക്കുന്നതും ജിറ്റോ ഫാൻസിൻ്റെ മറുപടിയാണ്. പക്ഷെ ഇവരാരും ജിറ്റോ പെർഫെക്റ്റ് വിന്നർ ആകുമെന്നോ ജിറ്റോ പെർഫെക്റ്റ് ഒരു മത്സരാർത്ഥിയാണോ എന്നൊന്നും ഇവരുടെ വായിൽ നിന്ന് പറയാൻ ഇവർക്ക് പറ്റുന്നില്ല. കാരണം അത് പറഞ്ഞു പോയാൽ നമ്മളല്ലാതായി പോകുമെന്ന ഒരു ചിന്ത കൊണ്ടാണ്.
അങ്ങനെയൊന്നുമല്ല. ആ മനുഷ്യൻ അവിടെ റിയലായിട്ട് നിന്ന വ്യക്തിത്വത്തിൽ നിന്ന് മറ്റാരും നിന്നിട്ടില്ല. ഇത്രയും ജെന്യുവനായി, ഇത്രയും ബുദ്ധി കൊണ്ടും ഇത്രയും ബ്രില്യൻ്റായും കളിക്കുന്ന വേറൊരു മത്സരാർത്ഥിയെ ഞാൻ കണ്ടിട്ടില്ല. ആരെയും അതിശയിപ്പിക്കുന്ന തോട്ടുകളാണ്. അപ്പോൾ ബെസ്റ്റ് ഓഫ് ഇത്രയും സീസണിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് അത് ജിറ്റോ ആണെന്ന് എനിക്ക് ഇന്നും പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം അതിൻ്റെ ലെവൽ വേറെയാണ്. ഇപ്രാവശ്യം ജിറ്റോ മാത്രം മുന്നിൽ നിൽക്കുന്നതിൻ്റെ രീതി എന്താണ്? ജിറ്റോയെ ഔട്ടാക്കണമെന്ന് പറയുമ്പോഴും അവിടെ ജിറ്റോ ഔട്ടായി പോയാൽ ബിഗ് ബോസിൻ്റെ സീസണ് മൊത്തം ഇല്ലാണ്ടാവുമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ചതി സിജോക്ക് പറ്റിയതുപോലൊരു ചതി ജിറ്റോക്കും സംഭവിക്കരുത്. ഒരു വാല്യൂ ഇല്ലാത്ത വിജയം ജനങ്ങൾ ആഗ്രഹിക്കില്ല, പ്രേക്ഷകരും ആഗ്രഹിക്കുന്നില്ല. സത്യസന്ധമായ ഓഡിയൻസാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ സീസണിൻ്റെ എപ്പിസോഡിനെ പറ്റിയോ അതിൻ്റെ റിയാക്ഷൻ കുറിച്ചോ ഒന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ബിഗ് ബോസിൻ്റെ പുറത്തെ ലോകത്ത് ഇനി സംഭവിക്കുന്നതും ഇപ്പോൾ അതിനെക്കുറിച്ചുമൊക്കെയാണ് നമുക്ക് വേണ്ടത്. കാരണം എപ്പിസോഡ്സൊക്കെ അവസാനിച്ചിരിക്കും. ഇനി ഒരു വീക്കിൻ്റെ എപ്പിസോഡും കൂടിയാണ്. അപ്പോൾ ആ വീക്ക് എന്ന് പറയുമ്പോൾ എല്ലാത്തിനും എക്സ്ട്രീമായിരിക്കും. അവിടെ സന്തോഷമുണ്ടാവും, കരച്ചിലുണ്ടാവും, പഴയ പോലെ സ്ട്രാറ്റജിക്കൽ മൊമെൻ്റ് ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ ഈ എപ്പിസോഡുകളിൽ കഴിഞ്ഞല്ലേ. ഇനി റിയൽ ലൈഫാണ്. ഇനി റിയാലിറ്റിയിലേക്കാണ് കിടക്കാൻ പോകുന്നത്. ആ റിയാലിറ്റിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ ഒന്ന് ബേസിക്കായി നിലനിർത്തേണ്ടതുണ്ട്. നമ്മൾ ആരോടും എന്തെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അത് മുഖത്ത് എക്സ്പ്രഷൻ ഇട്ട് പുറത്ത് പറയരുത്. അതായത് അത് അയാളുടെ ഉള്ളിൽ കിടക്കും വിഷവിത്താണത്. സമൂഹത്തിന് കാണിക്കാൻ പറ്റാത്ത കാര്യമാണ്. മറ്റുള്ളവരുടെ വെറുപ്പ് അവരിൽ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നൊരു വ്യക്തി ഉണ്ടല്ലോ, അത് ചിലരിലുണ്ട്. സീസൺ 6 എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ എന്ന് തോന്നുന്നു. അതായത് ജിറ്റോക്ക് മാത്രം അല്ലാത്ത മറ്റൊരു വ്യക്തികൾക്ക് സമൂഹത്തിനെ മൊത്തം കറയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഷോ എന്നത് ക്രെഡിബിലിറ്റി നിലനിർത്തേണ്ടതാണ്. അവരുടെ റേറ്റിങ്ങിന് വേണ്ടിയും അവരെ കണ്ടസ്റ്റൻസിൻ്റെ ഫെയിമിന് വേണ്ടിയും നിലപാടുകൾക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും സംസാരിക്കുന്നതിനാണ്. അപ്പോൾ ആ ഒരു തോട്ട് വെച്ച് തന്നെയാണ് ജിറ്റോൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഒരു അപ്രിഷിയേഷനും ആരിൽ നിന്നും കിട്ടാതെ നിൽക്കുന്ന അത് മോഹൻലാൽ മാത്രം ഇത്തിരി കൊടുത്തു എന്നല്ലാതെ പ്രേക്ഷകരും കുറവാണെങ്കിലും ഒറ്റപ്പെട്ടവൻ ജിറ്റോയിൽ നിന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഒറ്റപ്പെട്ട് വിജയിക്കാൻ പോകുന്നത് ജിറ്റോ ആയിരിക്കാം. നമ്മൾ 90%, 99% പറയുന്നുള്ളൂ. 1% ചാൻസ് ഉണ്ട്. പക്ഷേ ജിറ്റുവിനേക്കാൾ മുകൾ ജാസ്മിൻ വന്നാൽ ബിഗ് ബോസിൻ്റെ ഈ അടിപ്പതറും. പിന്നെ അൾട്ടിമേറ്റ് എന്ന സീസൺ വരുന്നതിൻ്റെ പ്രൊമോയിൽ കണ്ട പോലെയൊന്നും നമുക്ക് വലിയ റിയാലിറ്റി ആയിട്ട് തോന്നില്ല. അവിടെ പുറകിൽ നടക്കുന്ന പ്രോസസ്സിൻ്റെ പിന്നിൽ അൾട്ടിമേറ്റിന് വൻ പരാജയം സംഭവിക്കും. നിങ്ങളത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ബിഗ് ബോസ് സീസൺ 6 നിന്ന് തീരുമാനമോ ഒന്നെങ്കിൽ സ്റ്റോപ്പാക്കുക, ഒന്നെങ്കിൽ മുന്നോട്ട് പോകുക. കാരണം ഇനി വരുന്ന പ്രേക്ഷകർ ഇതിന് കടുത്തരായിരിക്കും. എന്നും നിങ്ങളുടെ ഈ ഫേക്ക് ന്യൂസ് കണ്ടു നിൽക്കില്ല. അവർക്ക് മറ്റൊരു കണ്ടൻറ്റിന് തേടിപ്പോകും. അവർക്ക് മറ്റുള്ള ചോയ്സ് ഓപ്ഷൻസ് അവർ തേടിപ്പോകും. അപ്പോൾ ഇതെല്ലാം ഒരു ചോറാണെങ്കിലും ഇതെല്ലാം വിജയത്തിന് വേണ്ടി തന്നെയാണെന്നത് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവർക്കും എല്ലാം വിജയമാണ്. ബിഗ് ബോസിൽ വരുന്നവർ മൊത്തം
ആൾക്കാരും വിജയി തന്നെയാണ്. പക്ഷെ അവിടെ ഒരു വിന്നർ വേണം. ഒരു വിന്നർ മെറ്റീരിയൽ ഉണ്ടാവേണ്ടത് നിർബന്ധമാണ്. അത് പെർഫെക്റ്റ് വ്യക്തിയെ തന്നെ വിന്നറാക്കുമ്പോഴാണ് അവിടെ സക്സസ് ഉണ്ടാകുന്നത്. സക്സസ്സിന് വേണ്ടി ശ്രമിക്കുക എന്നാണ് പറയുന്നത്. ശ്രമങ്ങൾ ഒരിക്കലും പാഴാക്കണ്ട. ശ്രമങ്ങൾ പല വിധത്തിൽ പല രീതിയിൽ. അപ്പോൾ ഈ 2 പുതിയ എൻട്രി വന്നപ്പോൾ ഇനിയും ഇഷ്ടംപോലെ എൻട്രികൾ വരേണ്ടതുണ്ട്. അപ്പോൾ അവരൊക്കെ വന്നു കഴിഞ്ഞാലും ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയെ മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരിലും ഒരു ടാസ്ക് കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ആ ടാസ്കിൽ പോലും ഒരു ഭിന്നത, ഒരു ഭിന്നിപ്പ്, മറ്റുള്ളവരിൽ നിന്നും തമ്മിൽ തല്ലിക്കൽ, ഇതൊക്കെ വീണ്ടും ആവർത്തിക്കും. ഇവർ ഇത് പുറത്തു പോയാൽ എല്ലാം ഉപേക്ഷിച്ചു എന്നൊരു ടാഗ് ലൈൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് അകത്ത് പോയി കഴിഞ്ഞാൽ വീണ്ടും അത് ആവർത്തിക്കുമ്പോൾ അതെല്ലാം ഒരു ആവർത്തന വികസനതയാണ്. അത് അപ്പാടെ എടുത്ത് കളയണം. അത് നിലനിർത്തുന്നതിനും ഒരർത്ഥവുമില്ല. പെർഫെക്റ്റ് എന്ന് തോന്നേണ്ടത് എല്ലാത്തിനെയും ഒരു ജേണി നോക്കിയിട്ടാണ്. അർജുൻ ഒരു ആവറേജ് ബിഗ് ബോസിന് കൊടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. അഭിഷേക് ഗുഡ് പേഴ്സണാലിറ്റിയാണ്. അതായത് അവിടെയുള്ള ഏറ്റവും ആൾക്കാരിൽ നിന്നും വിപരീതമായി ഒരു കോംബോയിലും പെടാതിരുന്നിരുന്നു. പക്ഷേ ചില കോംബോയിൽ പെട്ടിരുന്നു. പക്ഷെ എന്നാലും ഒരു ജെനുവൻ പേഴ്സൺ ആണ്. ജാസ്മിൻ്റെ കാര്യത്തിൽ ലോ ആണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം ഏറ്റവും താഴെയാണ് ജാസ്മിൻ്റെ വാല്യൂ. ശ്രുതുക്ക് അതിനും മുകളിലും ഉണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ ജേണി വരുന്നത്. അപ്പോൾ ഇവരെല്ലാം കടത്തി വെട്ടിക്കൊണ്ടൊരു ജേണിയുണ്ട് ജിറ്റുക്കാണ് ഏറ്റവും മുകളിൽ. അതായത് അപ്പർ മിഡിലിനും അപ്പുറം ജിറ്റു കയറി കഴിഞ്ഞു. ഇപ്പം ജാൻമണി പറഞ്ഞതുപോലെ ഞാൻ ജാൻമണി ലോക്കലല്ല വലിയ ക്ലാസ്സാണെന്ന് പറയുന്ന മാതിരി അവിടെ തന്നെ എത്തും. ജിറ്റോ ജനങ്ങളിൽ നിന്ന് ഫെയിം നേടണം. കാരണം അത്രക്കും ആ മനുഷ്യൻ അവിടെ പണിയെടുത്തിട്ടുണ്ട്. മറ്റുള്ളവർ പണിയെടുത്തതിനേക്കാൾ കൂടുതൽ അവിടെ പണിയെടുത്തത് ജിറ്റോ തന്നെയായിരുന്നു. രാത്രി പോലും കഷ്ടപ്പെട്ട് പണിത് ചെയ്തിട്ടാണ് ജിറ്റോ എന്ന വ്യക്തി അവിടെ ഉറങ്ങുന്നത്. എന്നിട്ടും ആരും ആ മനുഷ്യൻ്റെ വില മനസ്സിലാക്കാതെ ബിഗ് ബോസിൽ നിന്ന് പോയ വ്യക്തികളെക്കുറിച്ചുള്ള വിലയിരുത്തലാണ് അവിടെ കാണുന്നത്. അവിടെ നിലനിൽക്കുന്നവരുടെ വിലയിരുത്തലിനെ കുറിച്ച് എനിക്കറിയില്ല. ഈ എൻട്രിയിൽ ഒരു ടാസ്ക് കൊടുത്തു. നിങ്ങൾക്കിഷ്ടപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏറ്റവും റിലേറ്റഡ് ആയവരെ, അവരൊന്നും നിങ്ങളെ ഓർമ്മിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ സിറ്റുവേഷൻ അറിഞ്ഞ് കളിക്കണം. അവിടെ ഇപ്പം നിലനിൽക്കുന്നവർക്ക് ഒരു പരിക്കും പറ്റാതെയാണ് മുന്നോട്ട് പോകേണ്ടത്. അവർ ഒരു മത്സരാർത്ഥിയാണ്. വരുന്നവർ പോകുന്നവരൊന്നും മത്സരാർത്ഥിയല്ല, നിലനിൽക്കുന്നവരാണ് മത്സരാർത്ഥി. മത്സരത്തിൽ നിന്ന് ഔട്ടായാൽ പിന്നെ അവർക്ക് മത്സരവുമായി യാതൊരു ബന്ധവുമില്ല. അതിനകത്ത് നിൽക്കുമ്പോഴാണ് കണ്ടൻറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെയുള്ള പല തെറ്റിദ്ധാരിപ്പിക്കൽ ജനങ്ങളിലേക്ക് വരുത്തുകയാണ്. അത് വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ആവർത്തനമായ വേർഡുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റൻസ്. അതായത് നമ്മൾ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നാണ് അവരുടെ ചിന്ത. അത് അപ്പാടെ മാറ്റണം. എല്ലാ കണ്ടസ്റ്റൻസും വരുന്നവരും പോകുന്നവരുമൊക്കെ ഒരു മൈന്യൂട്ട് കാര്യത്തിൽ പോലും അബദ്ധങ്ങൾ പാലിക്കും. അത്
ഷോയെ വളരെ താഴേക്ക് ചവിട്ടി പാതാളത്തിലേക്ക് ചവിട്ടുന്ന മാതിരിയാവും ആ സിറ്റുവേഷൻ. അപ്പം അതിനെയൊക്കെ മാറ്റം വരണമെങ്കിൽ മികച്ച മത്സരാർത്ഥി തന്നെ വരണം. നമുക്കൊരു പ്രഡിക്ഷനുമില്ല, പക്ഷെ പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ നന്നായി മനസ്സിലാക്കി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റണം. സിജോൻ്റെ കാര്യത്തിൽ നമ്മൾ പെർഫെക്റ്റ് പറഞ്ഞിരുന്നു, പക്ഷെ പകുതിയെ ആ ഒരു ഉത്തരം നമുക്ക് കൊടുക്കാൻ പറ്റിയുള്ളൂ. ഫുൾ എന്ന വാക്കിൽ അർത്ഥമില്ല, കാരണം ഫുൾ ആയി അവിടെ അയാൾക്ക് മത്സരിക്കാൻ പറ്റിയില്ല. ആ ഒരു കോണ്ടന്റ് അതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. നമ്മൾ ഫുള്ളായി അവിടെ നിൽക്കുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങളും ഉണ്ടാവും. ജാസ്മിന് 2ാം സ്ഥാനം കൊടുക്കാം, അതൊരു നല്ലൊരു നിലപാടാണ്. 1ാം സ്ഥാനത്തിന് വേണ്ടി ഒരു പെൺകുട്ടിയെ വിജയിപ്പിക്കണമെന്നുള്ള ധാരണയിൽ ബിഗ് ബോസ് ഒരാളെ വിന്നറാക്കിയാൽ അത് പ്രേക്ഷകരോടും നമ്മളോടും നിങ്ങളോടും ചെയ്യുന്ന ചതിയാണ്. ഒരു ബിഗ് ചതി. അതുണ്ടാവാൻ പാടില്ല. അതുണ്ടായാൽ പിന്നെ ഒരു സക്സസ്സിന് വാല്യൂ ഇല്ല. അപ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ കളിക്കണം. യമുന റാണിക്ക് എല്ലാം ഒരു വ്യക്തത വന്നിട്ടുണ്ട്. പുറത്തു പോയി വന്ന യമുന റാണിക്ക് ജിറ്റോയിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങളുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാം ജിറ്റോ ഇനി ഇത് തന്നെയാണോ അത് തന്നെയാണോ എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്ന നമ്മൾ കേട്ടു. അപ്പം ആ ഒരു ചോദ്യം എന്തുകൊണ്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയും ഫാൻ പുറത്ത് ജിറ്റോക്കുണ്ട്. ആർക്കും ജിറ്റോനെ കുറിച്ച് അറിയണം. പുറത്തു പോകുന്ന എല്ലാവരോടും ജിറ്റോയെ കുറിച്ച് ചോദിക്കണം. എയർപോർട്ടിൽ തങ്ങി നിൽക്കുന്നവരുടെ ആദ്യത്തെ ചോദ്യം ജിറ്റു എങ്ങനെയാണ് അങ്ങനെ ചോദിച്ചിട്ടാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കിടക്കുക. അപ്പോൾ അത്രയും ജനങ്ങൾ ജിറ്റുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പെട്ടെന്നൊരു ജിറ്റുവിനെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ഈ ഷോ കാണാൻ ആളുണ്ടാവില്ല. അപ്പോൾ അവരുടെ മത്സരാർത്ഥികളെ അവർ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നതിൽ ഒരു വ്യക്തമായൊരു തീരുമാനമാണ്. അവർക്കും അതിലാണ് താല്പര്യം, നിലനിർത്താനാണ് താല്പര്യം, അകറ്റാനല്ല. അപ്പോൾ ആ ഒരു ലോജിക്കലായി ചിന്തിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. കാരണം ഇത് മുൻകൂട്ടി പറയുന്നത് ബിഗ് ബോസിന് തെറ്റുകൾ പറ്റാം. ബിഗ് ബോസിൻ്റെ അനീതികൾ അതിൻ്റെ പ്രൊഫഷണൽ കാര്യങ്ങളിലും അതിൻ്റെ ക്രൈറ്റീരിയയും അതിൻ്റെ ക്രെഡിബിലിറ്റിയുമൊക്കെ നോക്കിക്കൊണ്ട് തന്നെ കുഴിയിലേക്ക് വീഴുമ്പോൾ ഒന്ന് കൈപിടിക്കാൻ ആരെങ്കിലും ഇല്ലായിരുന്നു എന്ന് തോന്നിപ്പോവും. അപ്പോൾ ഒരു ലോജിക്കലായി നമ്മൾ സംസാരിക്കുന്നത് എന്തിനാണ്? അവരുടെ താഴ്ചയിൽ നിന്നും അവരെ പൊക്കിയെടുക്കാനാണ്. അവർ വീഴാൻ പോകുന്ന കുഴിയിൽ അവർ തന്നെ കുഴിച്ച് വീണാൽ പിന്നെ ആ കുഴിയിൽ നിന്ന് അവർ തിരിച്ച് കരയിലേക്ക് കയറല്ല. അതൊരു പാഠമാണ്. നമ്മൾ ഒരു വ്യത്യസ്തമായൊരു പാഠങ്ങൾ പഠിക്കുമ്പോൾ വ്യത്യസ്തമായ ജേണികളുണ്ടാകും. അപ്പോൾ ഇതൊരു നല്ലൊരു ജേണി ആവട്ടെ. മാറ്റത്തിൻ്റെ ഒരു ജേണി കൊണ്ടുവരാൻ ബിഗ് ബോസും അധികൃതരും ശ്രമിക്കുക. ഇനി എത്ര റീ എൻട്രി വന്നാലും ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നെങ്കിൽ വലിയൊരു മാറ്റങ്ങളൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. പഴയ പിണറായി പറയുന്ന പോലെ അതിൻ്റെതായ കളി തന്നെ നടക്കൂടെ, വേറൊന്നും നടക്കാൻ പോകുന്നില്ല. ചരിത്രം വീണ്ടും ആവർത്തിക്കുമെന്ന് പറയുന്നത് പോലെ കഥ നമ്മൾ വീണ്ടും വീണ്ടും വായിച്ചു തുടങ്ങും. അത് പാടില്ല. ഇതിന് തീരുമാനം പെർഫെക്റ്റ് എന്ന രീതിയിൽ വരണം. അപ്പോൾ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ ചെയ്യാൻ മറക്കരുത്.
നിങ്ങളുടെ സപ്പോർട്ട്. നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് അവർക്ക് നിങ്ങളുടെ ശരിയിൽ നിങ്ങൾ വോട്ട് ചെയ്യുക. നല്ല മത്സരാർത്ഥികൾക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ആരാണ് നല്ല ഫൈനൽ വരാൻ ആഗ്രഹം, ആരാണ് അവിടെ ശരിയായി ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചത് ആരാണ്, അവർക്ക് വോട്ട് കൊടുക്കുക എന്നതാണ് നിങ്ങളുടെ ചോയ്സ്. ആ ചോയ്സ് മനസ്സിലാക്കി നിങ്ങൾ വോട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ സക്സസ് നിങ്ങൾ തന്നെ തിരിച്ചറിയും. അപ്പോൾ ആർക്കും ഫേവറിങ് ചെയ്തിട്ടോ അവൻ നമ്മളെ കൂട്ടുകാരനാണല്ലോ, ഇവൻ നമ്മളെ കൂട്ടുകാരനാണല്ലോ എന്ന് പറഞ്ഞ് അവിടെ വോട്ട് കൊടുക്കരുത്. നമ്മൾ ഒരു വ്യക്തിക്ക് വോട്ട് കൊടുക്കുക. ആ വോട്ട് അവനിൽ നിന്നും നമുക്കും ഒരു പോയിൻ്റ് ആവണം. അപ്പം അതിന് നമ്മൾ തന്നെ ഒരു ഡിസിഷൻ എടുത്ത് പോളിങ്ങിൽ വോട്ട് ചെയ്യുക. ഒരാൾ വിന്നറാകുമെന്നത് സത്യം തന്നെയാണ്. ആ വിന്നറിൻ്റെ വാല്യൂ ആണ്, അതായത് വിന്നറാകുന്ന വ്യക്തിയുടെ വാല്യൂ മാത്രമേ ഷോയെ വിജയിപ്പിക്കുന്നുള്ളൂ. അല്ലാതെ ആര് വിന്നറായാലും സക്സസ്ഫുൾ ആകുമെന്നത് ബിഗ് ബോസ് ഷോയിനോട് അത് ആധിപത്യം ചെയ്യുന്നൊരു പ്രതിജ്ഞയല്ല. അത് ബിഗ് ബോസ് തന്നെ ചതിക്കപ്പെടുകയാണ്, ചതിയിലേക്കാണ് പോകുന്നത് എന്നത് തിരിച്ചറിവിൻ്റെ കുറവാണ്. അപ്പോൾ നമ്മൾ റിയാലിറ്റിയിലേക്ക് തന്നെ കണ്ടന്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായ ചോയ്സ്, അതിൻ്റെ ഓപ്ഷനിൽ നിങ്ങൾ വോട്ട് കൊടുക്കുക. യുവർ ചോയ്സ്.